ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ പരിപാടിയൊന്നുമില്ല. ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ക്ലിനിക്കിലേക്ക് വന്നിരിക്കുക. ഇപ്പോൾ ഹോസ്പിറ്റൽസ് ആണെങ്കിലും ക്ലിനിക്കാണെങ്കിലും ഒക്കെ ഓണാണല്ലോ. അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുക. അപ്പോൾ രാവിലെ ഞാൻ തലമുടിയൊക്കെ നനച്ച് ആകെ നനഞ്ഞ് ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ വേഗം കെട്ടിയിട്ടിട്ട് പിന്നെ ഒന്ന് കുറച്ച് നേരം വർക്കൊക്കെ അങ്ങനെ കുറച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് ഉണങ്ങി അപ്പോൾ ഒന്ന് കെട്ടി കൊടുക്കാൻ നോക്കിയതാണ്. ഇതിൻ്റെ ചീർപ്പ് കാണാമല്ലോ, കെട്ടി. അപ്പോൾ ഡെയിലി ഇത് കൊണ്ടുവരും കേട്ടോ. എന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോൾ മുടിയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കെട്ടേണ്ടി വരും. അപ്പോൾ പിന്നെ നമ്മൾ ഇതൊക്കെ കയ്യിൽ വയ്ക്കണം നല്ലതല്ലേ. ഞാൻ മാത്രം ഉണ്ടാവില്ല, കുറേ ആൾക്കാർ കയ്യിൽ വയ്ക്കും. ഇപ്പോൾ വാട്സ് ഇൻ മൈ ബാഗ് എന്നൊക്കെ എടുത്താൽ ഒരുപാട് സാധനങ്ങൾ കിട്ടും. അതൊക്കെ പണ്ടുള്ളൊരു ഇതല്ലേ, വാട്സ് ഇൻ മൈ ബാഗ് എന്താ അങ്ങനെയൊക്കെ ഒരു റീലൊക്കെ എടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്കറിയില്ല. ഞാനിപ്പോഴല്ലേ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. മുടി ഒറ്റ പോയി എന്താ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇനി മുടിയൊക്കെ പാണ്ട് പിടിച്ചിട്ടൊന്ന് കെട്ട് ഉണങ്ങിയിട്ടൊന്നും ആയിട്ടൊന്നുമില്ല, എന്നാലും ഉള്ളതിനനുസരിച്ചും കെട്ടാം. ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. ഞാനും ഷിബില ഡോക്ടർ ഉള്ളിലാണ്. അപ്പോൾ ഞാനുണ്ട്. അപ്പം ഞാനെന്നാൽ വെറുതെ ഒരു രസമല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു പണി വേണ്ടേ. നിൻ്റെ അമ്മുണ്ണിയുടെ പിറന്നാളാണ് കേട്ടോ, ഏട്ടൻ്റെ കുട്ടിയുടെ. അവൻ്റെ പിറന്നാളാണ്. അപ്പം എനിക്ക് അതിനൊന്നും നിൽക്കാനൊന്നും പറ്റിയില്ല. എൻ്റെ ഒരു സങ്കടമുണ്ട്, എന്നാലും കുഴപ്പമില്ല. ക്ലിനിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വരണ്ടേ, നമ്മൾ നടന്ന് വരുന്നതാകൊണ്ട്. എൻ്റെ കൂടെയുള്ള സുലു പറയും സുൽത്താന, അവൾക്കും നസ്നാക്കും ബസ്സിൽ പോരണം. പിന്നെ അമൃത ഡോക്ടർ ലീവാണ്, അമൃത ഡോക്ടർക്കും ബസ്സിൽ ഇങ്ങോട്ട് പോരണ്ടേ. അപ്പോൾ അവർ ഒക്കെ ലീവാണ്. ഞാനും ഷിബില ഡോക്ടർ മാത്രമേ. ഇത്രയേ ഉള്ളൂ. ശരി, ഇനിയിപ്പോൾ എന്താ വേറെ പണിയൊന്നുമില്ല. ഇതൊക്കെ തന്നെ അങ്ങനെയൊക്കെ ഇരിക്കണു. അപ്പോൾ അവർ ലീവാണ്, അപ്പോൾ ഞാനും ഷിബില ഡോക്ടറും ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കണം. വേറെ എന്താ പണിയൊന്നുമില്ല. 2 പേഷ്യൻസ് വന്നു, അവർക്ക് പെയിനായിട്ട് 2 പേഷ്യൻസ് വന്നു. നമുക്ക് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാം. നല്ല വിശപ്പ് രാവിലെ. നിങ്ങൾ എന്തൊക്കെ ഇങ്ങോട്ട് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഏടത്തേം അടുക്കള പണിയിലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് അതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് ഞാൻ വേഗം രചുവിനും പറവിനൊക്കെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് അവർ കഴിയുന്നിടത്തോട്ട് ഞാനിങ്ങനെ പുറപ്പെട്ട് ഞാനിങ്ങോട്ട് പോയി. ഇപ്പം ഞാനിവിടെയാണ്. അവരൊക്കെ കേക്ക് മുറിക്കുന്നുണ്ടാവും. ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ അപ്പോഴേക്കും അവർ അമ്പലത്തിലൊക്കെ പോയി വേഗം. പിന്നെ ഞാൻ കണ്ടില്ല. ഇതൊക്കെ തന്നെ ഉള്ളൂ. മേക്കപ്പൊന്നും ഇന്നില്ല. ഒരു ഇൻട്രസ്റ്റ് ബന്ധമൊക്കെ അല്ലേ, അപ്പോൾ ആളും തിരക്കും ആളൊന്നും ഇല്ല. 2 പേഷ്യൻസ് വന്നു. അവർ ഡോക്ടർക്ക് ഓൾറെഡി വിളിച്ചിട്ടുള്ള പേഷ്യൻസാണ്. എന്താ എനിക്കിപ്പം രാവിലെ ഞാൻ 6 മണിയൊക്കെ ആയിട്ടാണ് വെച്ചാൽ സാധാരണ 5:40 ആവും. 5 മണിക്ക് അലാറം അടിക്കും. എൻ്റെ ഒരു റൊട്ടീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റ് 5 മണിക്ക് അലാറം അടിക്കും. എന്നിട്ട് 5:15 നിൽക്കും. എന്നിട്ട് 5:15 നീച്ച് ഒന്നുകൂടി കടക്കാച്ചാൽ 5:30 നിൽക്കും. എന്നിട്ട് 5:30 നീച്ചാൽ 5:40 നിൽക്കും. മിക്ക ഒരു ആളുകളും അങ്ങനെയാണ് തോന്നുന്നു, എനിക്കറിയില്ല. ഞാനങ്ങനെ കേട്ടോ. ഞാൻ 5:15 അലാറം അടിച്ചാൽ 5:30 നിൽക്കുള്ളൂ. 5:30 അലാറം അടിച്ചാൽ 5:40 5:45 ആവും നീക്കുമ്പോഴേക്കും. ഇന്നിപ്പോൾ ഞാൻ നീച്ചില്ല. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അധികം തിരക്കൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഇതൊക്കെ വന്നിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നേരത്തെ ഹലോ, ഞാൻ ചോറ് കഴിക്കാൻ പോകട്ടോ. തന്നെ സമയം ഒരുപാടായി. അപ്പോൾ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനിന്ന് മസാലക്കറി കൊടുന്നെ. നമ്പൂവിൻ്റെ പിറന്നാളാന്ന് പറഞ്ഞല്ലോ. മസാലക്കറി കൊടുന്നെ. അതും രാവിലെ ബട്ടൂറ പൊരിച്ചതും. ഈ പൂരി അതന്നെ അത് പൊരിച്ചതുണ്ടായിരുന്നു. അതും 2-3 എടുത്തിട്ട് പോകും. മസാല കറി നല്ല ടേസ്റ്റാണ്, ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇന്ന് ചോറ് മാത്രമേ ഉള്ളൂ. നല്ല വിശപ്പ്. നല്ല ടേസ്റ്റാണ്. ഞാൻ ചോറിനട്ടെ. ബായ്.